ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം വരെ പോവേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞാൻ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വൈറ്റില ഹബ്ബിലായിരുന്നു. എൻ്റെ പൊന്നുമക്കളെ, വൈറ്റില ഹബ്ബിൽ ബസ് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മൊത്തം പൊടിയിൽ അങ്ങോട്ട് കുളിച്ചു. എപ്പോഴും ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഒരുപാട് ബസ് വരുന്ന ഒരു സ്റ്റാൻഡാട്ടോ ഇത്. ഭയങ്കര തിരക്കാണ്. ആൾക്കാരായിക്കോട്ടെ ബസ്സായിക്കോട്ടെ ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും തലയിലും മുഖത്തും മുടിയിലും എന്തിനു പറയുന്നു, ഈ ഒരു വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിൽ വരെ ഫുള്ളും പൊടിയായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസും അതുപോലെ കുറേ ജോലിക്ക് പോകുന്ന ആൾക്കാരും അല്ലാത്തവരായിട്ടുള്ളവരും കുറേ ആൾക്കാർ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു സങ്കടം വന്നു കേട്ടാ. ചില ആൾക്കാർ കർച്ചീഫ് വെച്ച് മറച്ചിരിക്കുന്നു, കുറേ ആൾക്കാർ മാസ്ക് ഇട്ട് നടക്കുന്നു, കുറേ അമ്മമ്മമാർ സാരി വെച്ച് മറക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഒരു അമ്മാമ്മേനെ കാണുന്നുണ്ട്. ആ അമ്മാമ്മ കുറേ നേരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ആൾക്കാർ തുമ്മുന്നവരായിട്ടും ചുമക്കുന്നവരായിട്ടൊക്കെ ഉണ്ട്. ഇതിൽ വർക്ക് ചെയ്യുന്ന ബസ്സിലെ ചേട്ടന്മാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. യാത്രക്കാരായാലും വർക്ക് ചെയ്യുന്ന അവരുടേതായാലും അവർക്ക് ഈ ഒരു ശ്വാസമുട്ടും അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ അവരെ വിട്ടുപോകില്ല. കാരണം ഓരോ ദിവസം അവരുടെ ലെൻസിലേക്ക് എത്തുന്ന പൊടിയുടെ കണക്ക് അത്രയ്ക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തതാണ്. നമ്മളിനി ഒരു ബസ്സിൽ കയറി പുറത്തേക്ക് പോകുമ്പോൾ പകുതി ദൂരം വരെ ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പൊടി ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആഫ്രിക്കൻ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു ഗ്രാമങ്ങളുടെ സെയിം അതിനെ കടത്തി വെട്ടിക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അധികാരികളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണാം. പരിഹാരം കാണുന്നത് വരെ നമ്മളെല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ കട്ടയ്ക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.